ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ചാനൽ. ഈ വ്ളോഗ് എടുക്കുന്നത് ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ്. പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ എനിക്ക് വ്ളോഗ് എടുക്കണം എന്ന് തോന്നി. അങ്ങനെ തന്നെ ഫോൺ എടുക്കുകയാണ്. ഏതിന് എഴുന്നേറ്റിട്ടില്ല. ഞാൻ എഴുന്നേറ്റ് തൊട്ട് പുറകെ തന്നെ അവനും എഴുന്നേറ്റ് വരും, അത് ഉറപ്പുള്ള കാര്യമാണ്. സോ ഞാൻ ആദ്യം ചെയ്യുന്നത് മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് ജസ്റ്റ് മുടി ഒന്ന് ചീകി കെട്ടി വെക്കും. ഇല്ലെങ്കിൽ എനിക്കെന്തോ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടില്ല എന്നുള്ളൊരു അതുപോലൊരു തോന്നലായിരിക്കും. സോ ആദ്യം ചെയ്യുന്നത് അതാണ്. ഞാൻ ഗസ് ചെയ്തതുപോലെ തന്നെ എൻ്റെ തൊട്ട് പുറകെ അവനും എഴുന്നേറ്റു. ഞാൻ എത്രയൊക്കെ അവൻ അനക്കാതെ ശബ്ദം ഉണ്ടാക്കാതെയൊക്കെ എഴുന്നേറ്റ് പോയാലും ഞാൻ അടുത്തില്ലെങ്കിൽ അവനത് സെൻസ് ചെയ്ത് അറിയും. അവൻ എഴുന്നേക്കും എൻ്റെ തൊട്ട് പുറകെ തന്നെ. ഇതാണ് നമ്മുടെ ഫിഷി. ഇന്ന് ക്ലാസ് ഇല്ലാത്ത ദിവസം ആയതുകൊണ്ട് തന്നെ വൈകിയാണ് എഴുന്നേറ്റ്. രാവിലെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. സോ വൈകിയാണ് എഴുന്നേറ്റത്. ആൻഡ് എഴുന്നേറ്റു ജിത്തു വീട്ടിലേക്ക് പോവാണ്. പോകുമ്പോൾ രാവിലെ തന്നെ ഓഫ് കോഴ്സ് ഒരു കട്ടൻ കുടിക്കുന്ന പതിവുണ്ട്. അത് നമ്മൾ മലയാളികൾക്ക് മിക്കവർക്കും അഡിക്റ്റഡ് ആയിട്ടുള്ളൊരു ശീലമാണല്ലോ. ഈ ഒരു കലാപരിപാടി ഏതെങ്കിലും ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ജസ്റ്റ് നേച്ചറിനോടൊന്ന് കണക്റ്റഡ് ആവാൻ വേണ്ടിയിട്ടും അവനും ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടുമാണ് ഞാനിങ്ങനെ രാവിലെ തന്നെ നമ്മുടെ അടക്ക പിറക്കാൻ വേണ്ടിയിട്ട് പറമ്പിലൊക്കെ നടക്കും. ഇത്തവണ പോയപ്പോൾ അടയ്ക്കൊന്നും വീണിട്ടുണ്ടായില്ല. പകരം ഞങ്ങൾ വേറൊരു സാധനം പിറക്കിക്കൊണ്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിന്യൂസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടിയതെന്ന് മനസ്സിലാവും. വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മുടെ വെള്ളക്കയാണ്. വെള്ളക്ക, മച്ചിങ്ങ എന്നൊക്കെ പറയില്ലേ. ഇനി നമുക്ക് കുറച്ച് നൊസ്റ്റാൾജിയയിലേക്ക് പോയിട്ട് വരാം. വെള്ളക്ക വെച്ച് എന്തൊക്കെയോ ചെറുപ്പത്തിലേ ഉണ്ടാക്കിയതൊക്കെ ആയിട്ടുള്ളൊരു ഓർമ്മ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു കറക്കുന്ന സംഭവമാണ് ഉണ്ടാക്കിയത്. ഇത് എൻ്റെ ഓർമ്മയിൽ ചെറുതിലേ നമ്മൾ കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്നു. ഇങ്ങനെ കറക്കുമ്പോൾ സൗണ്ട് വരുമായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ട് കറക്കിയപ്പോൾ സൗണ്ട് വരുന്നുണ്ടായില്ല. പിന്നെ നമ്മുടെ വെള്ളക്ക വണ്ടി, അത് സിമ്പിളല്ലേ. ഈ വ്ളോഗ് എടുത്തു തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാതെ ജസ്റ്റ് ഇന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് കരുതിയാണ് വീഡിയോ തുടങ്ങിയത്. ആൻഡ് നമുക്ക് അടുത്ത ദിവസം മേക്കാട് അമ്പലത്തിൽ പോകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് സെറ്റും മുണ്ടൊക്കെ ഒന്ന് നനച്ചിടാമെന്ന് കരുതി. ഞാൻ അമ്പലങ്ങളിൽ കൂടുതലും പോകുന്നത് ഒന്നും പ്രാർത്ഥിച്ച് നേടാമെന്നുള്ളൊരു വിശ്വാസത്തിലൊന്നുമല്ല. അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് കിട്ടും. ലൈക്ക് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബ് മൈൻഡിന് കിട്ടും.
അതുപോലെ ഞാൻ ആകെ പ്രാർത്ഥിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെൻ്റൽ സ്ട്രെങ്ത്ത് തന്നെയെന്നാണ്. നമുക്ക് എന്താണെങ്കിലും ലൈഫിൽ ഫേസ് ചെയ്യാനുള്ള ഒരു മനഃശക്തി തരണേ എന്ന് മാത്രമാണ് ഞാൻ ആകെ പ്രാർത്ഥിക്കുന്നൊരു കാര്യം. ഇതുപോലെ പഴം നുറുക്കി നെയ്യിൽ വറുത്തിട്ട് അത് സോസിൽ മുക്കി തിന്നണ ആരെങ്കിലും നിങ്ങൾക്കറിയോ? എന്നാൽ അങ്ങനെ ഒരാൾ ഇവിടെയുണ്ട്. ഇതാണ് ആ ആൾ. എനിക്ക് എന്തോ ഭയങ്കര വിയേർഡ് കോമ്പിനേഷനായിട്ടാണ് തോന്നിയത്. അവൻ പക്ഷെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു. ഈവനിങ് ഒരു മൂവിക്ക് പോയി. ഞാൻ ഒരിക്കലും കാണില്ല എന്ന് വിചാരിച്ച ഡയസിറ മൂവി കാണാനാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കണ കാര്യമൊക്കെ ടോട്ടലി മറന്നിട്ടോ. പേടിച്ചോ എന്ന് ചോദിച്ചാൽ പേടിച്ചു. അങ്ങനെ നേരെ ജമ്പ് ചെയ്ത് നെക്സ്റ്റ് ഡേ പറഞ്ഞതുപോലെ മേക്കാട് അമ്പലത്തിലേക്ക് പോവാണ്. ഇതാണ് ഫാമിലി. സോ എല്ലാവരും കൂടി ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ഒത്തിരി നാളിന് ശേഷമാണ് ഇങ്ങനെ അമ്പലത്തിലേക്ക് എന്നല്ല, പുറത്തേക്ക് എവിടെയെങ്കിലും പോകുന്നത്. തിരിച്ച് വീട്ടിൽ വന്ന് ഉച്ചയ്ക്ക് നല്ല അടിപൊളി ലഞ്ചിന് എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ചോറ്, നല്ല ബീഫ് കറി, അച്ചാറ്. അതിൻ്റെ ഒപ്പം നല്ല തൈര്, സാലഡ്, വെണ്ടക്ക മെഴുക്ക് പുരട്ടി. ഒരെണ്ണം 2 ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വെണ്ടക്ക. ഒരെണ്ണം നല്ല ഡ്രൈ ആക്കിയിട്ടും ഒരെണ്ണം സാധാ മെഴുക്ക് പുരട്ടി പോലെ. പിന്നെ ഈ തൈര് സാലഡും ഈ ബീഫും ചോറും കൂടെ കൂട്ടിക്കുഴച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതും ഏതൻ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ മുതൽ പ്ലാൻ ചെയ്യണ കാര്യമാണ്. അവന് എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് ബോർഡ് സെറ്റ് ചെയ്യണം എന്നുള്ളത്. വീഡിയോ എടുക്കുന്നത് ഏതനാണ്, അതുകൊണ്ട് അതിൻ്റേതായ പോരായ്മകളുണ്ടാവും. പിന്നെ ഈ കാണിക്കുന്നതൊക്കെ അവൻ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ ചെയ്തതാട്ടോ. ദെൻ നമ്മൾ സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബോർഡ് ചെയ്തത്. പക്ഷേ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അവിടെ ഒരു സ്പേസ് വന്നു, അപ്പോഴത്തേക്കും പെയിൻറ്റ് തീർന്നു പോയി. വേറൊരു ദിവസം പെയിൻറ്റ് വാങ്ങിയിട്ട് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എഴുതി നോക്കുകയാണ്. ഞാനാണ് ആദ്യം തന്നെ എഴുതുന്നത്. ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, കാരണം സ്പ്രേ പെയിൻ്റ് ആയതുകൊണ്ട് ചോക്ക് വെച്ച് എഴുതി കഴിഞ്ഞാൽ അത് മായ്ക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടായില്ല. സ്പ്രേ പെയിൻ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ചോക്ക് വെച്ച് എഴുതി കഴിഞ്ഞിട്ട് നന്നായിട്ട് മായ്ച്ചിട്ട് വീണ്ടും എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നു. സീനൊന്നുമില്ല.
വൈകിട്ട് ചായക്ക് പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാം, ഏതനും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഏതൻ ഹെൽപ്പ് ചെയ്യാണ് എന്നെ. അവൻ ബാറ്ററൊക്കെ മിക്സ് ചെയ്ത് തരും. അവന് കുക്കിങ്ങും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അവനതൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പോൾ ക്ലീൻ ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും അടുക്കളയിൽ ഇതുപോലെ അവന് പറ്റുന്ന കാര്യങ്ങളൊക്കെ അവൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ചൂട് പഴംപൊരി റെഡി ആയിരിക്കുകയാണ്. പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയായിരുന്നു. ചെറിയൊരു ഷോപ്പിങ്ങും പരിപാടി. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ ഈ സ്ഥിരം ഡെസ്റ്റിനേഷനായ അർബൻ ഫുഡ് സ്ട്രീറ്റിൽ കയറിയായിരുന്നു. എന്തൊക്കെയാണ് കഴിച്ചതെന്നൊന്ന് കാണാം.